ഹായ് എൻ്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ ചില ചിന്തകൾ മനസ്സിൽ വന്നു. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ചിലപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? എൻ്റെ ജീവിതത്തിലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേലിക്കപ്പുറത്താണ് അവൻ വന്ന് നിൽക്കുന്നത്. അവൻ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം. അതാണ് നമ്മൾ പലപ്പോഴും നമുക്കെതിരെ ഒരാൾ എന്തെങ്കിലും ആരോപണമായിട്ടൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് വിചാരിക്കും കൂടുതൽ വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ക്ഷമിക്കാമെന്ന്. പിന്നെ അവർ പലതും നമ്മളോട് ആവശ്യപ്പെടും. അപ്പം നമ്മൾ വിചാരിക്കുക അതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നമല്ലല്ലോ, അവരൊക്കെ അങ്ങ് ജീവിച്ചങ്ങ് പോവും. ഇതുപോലെ പല സംഭവങ്ങളും ഇപ്പോൾ അത് കുടുംബകാര്യത്തിൽ അല്ലാതെ തന്നെ പല കാര്യങ്ങളിലും നമ്മോട് പല കാര്യങ്ങളും പറഞ്ഞ് എതിർത്ത് നിൽക്കുന്നവരോട് നമ്മൾ എന്തു ചെയ്യും? നമ്മളായിട്ടൊരു വഴക്കിന് പോണ്ട എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ക്ഷമിക്കും. നമ്മൾ ക്ഷമിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് അനുഭവമാണ് ഞാൻ പറയുന്നത്. ആ എതിരാളി വിചാരിക്കും ഇവർ പേടിച്ച് ഒതുങ്ങി ഒരറ്റത്തിരിക്കും. അപ്പോൾ നമുക്ക് എവരോ മാക്സിമം ഭയപ്പെടുത്തി അടിച്ചമർത്തി ഇരുത്താം. അങ്ങനെ എതിരാളി നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ എപ്പോഴും ചുരണ്ടിയിരിക്കും. അതായത് എപ്പോഴും നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മളങ്ങ് മാക്സിമം അടിച്ചമർത്തി താഴ്ത്തി ചവിട്ടി തേച്ച് ചുരുട്ടി കൂട്ടി വയ്ക്കും. അപ്പോൾ നമുക്കങ്ങ് ഒരുപാട് വിഷമം വരും. അപ്പോൾ നമ്മളങ്ങ് ഇറിറ്റേറ്റഡ് ആവും. ഞാൻ അങ്ങനെയാണ്. ഒരുപാട് നമ്മളെ പറയുമ്പോൾ നമ്മൾ ചെയ്യാത്തത്, നിങ്ങൾ അങ്ങനെയുള്ളവരല്ലേ, നിങ്ങൾ ഇങ്ങനെയുള്ളവരല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാത്തതും നമ്മളറിയാത്തതും നമ്മൾ മനസ്സിൽ കൂടെ ചിന്തിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളങ്ങ് വല്ലാതെ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ പറയും ഞാൻ അങ്ങനെയൊന്നുള്ള ആളല്ല, നിങ്ങൾ എന്നെ പറ്റി അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയും. മാത്രമല്ല, നിങ്ങളല്ലേ അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഇന്ന കാര്യങ്ങൾ നിങ്ങളല്ലേ സംസാരിച്ചത്. അപ്പോൾ അവർക്ക് കുറിക്കുള്ളൂ. അവർ പറഞ്ഞ കാര്യം നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അവരങ്ങോട്ട് തെയ് എന്ന് പറഞ്ഞ് വരും. എന്നിട്ട് നമ്മളാ വാ അനക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇല്ലാക്കഥകൾ പറയും. അപ്പോൾ എന്ത് പറ്റും? തിരിച്ച് നമുക്ക് ഒരുപാട് മാനസികമായിട്ട് സമ്മർദ്ദം വരും, വിഷമം വരും. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും 1-2 സത്യങ്ങളായിരിക്കും വിളിച്ചു പറയുന്നത്. ആ സത്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്തു ചെയ്യും? നമ്മളെ വായ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അടിച്ച് അമർത്തി എന്തൊക്കെ രീതിയിൽ നമ്മളെ ഇടിച്ച് താഴ്ത്താൻ പറ്റുമോ അതെല്ലാം ചെയ്തു വയ്ക്കും. അപ്പം ഒരു പബ്ലിക്കായിട്ടുള്ള പ്ലേസിലോ പൊതുവായിട്ടുള്ള ഒരു വേദിയിലോ വെച്ചാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ക്ഷമിക്കാം. നമ്മൾ ക്ഷമിക്കുന്തോറും എന്ത് പറ്റുമെന്നറിയാം? നമ്മുടെ പുറത്ത് കയറിയിരുന്ന് ചവിട്ടി അരയ്ക്കുന്ന രീതിയിൽ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. നമുക്കങ്ങ് ഭയങ്കര വിഷമവും. അപ്പോൾ മറ്റുള്ളവർ പറയും നിങ്ങൾ മിണ്ടായിരിക്കും, ക്ഷമിക്കുക എന്ന് പറയും. അപ്പോൾ അവർ പറയുന്നതും കൂടെ കേട്ട് നമ്മളെന്ത് ചെയ്യും? ക്ഷമിക്കും തോറും നമ്മളെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും. ഇതല്ലേ സമൂഹത്തിൽ ഇന്ന് നടന്നു വരുന്നത്? പല വലിയ വലിയ വഴക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു നിസ്സാര കാര്യത്തിനെ ചൊല്ലി പറഞ്ഞ് ചൊറിഞ്ഞ് വലിയ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും എല്ലാവരും പറയും നമ്മൾ താഴണം. നമ്മൾ താഴുമ്പോൾ എന്ത് പറ്റും? അവിടെ കയറിയിരുന്ന് ചവിട്ട എളുപ്പമായിരിക്കും. തിരിച്ച് നമ്മളൊന്ന് പ്രതികരിച്ച് നോക്കട്ടെ. നമ്മൾ പറയേണ്ട രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുമ്പോൾ ആ എതിരെ നിൽക്കുന്ന വ്യക്തി കിടുകിടാ വിറയ്ക്കും. ഇങ്ങനെ പുറമേ കാണിക്കില്ല, ഉള്ളുകൊണ്ട് വിറയ്ക്കും. ഇവരിനി എൻ്റെ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുമോ എന്തോ, ഞാൻ ആകെ പ്രശ്നത്തിൽ അകപ്പെടുകയുള്ളൂ എന്ന് ഭയന്ന് ആ പ്രദേശത്തെ പിന്നെ കാണൂല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് തന്നെ അറിയില്ല. ചില അവസരങ്ങളിൽ നമ്മൾ ഒരുപാട് താഴും. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ താഴുമ്പോഴാണ് കൂടുതൽ പ്രശ്നത്തിലേക്ക്. എന്നാൽ നമുക്ക് എതിർ പാർട്ടി പ്രശ്നമായിട്ട് വരുമ്പോൾ അപ്പം തന്നെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുമോ?
ഇല്ല. അതും നമ്മൾ വളരെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. പ്രതികരിക്കുമ്പോൾ എപ്പോഴും അത് ശരിയാവണമെന്നുമില്ല. അപ്പോൾ നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ താഴ്മയും വേണം, എന്നാൽ ആവശ്യമുള്ളിടത്ത് പ്രതികരണവും വേണം. പ്രതികരിക്കാതിരിക്കുമ്പോഴും പ്രശ്നമാണ്, പ്രതികരിക്കുമ്പോഴും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ തന്നെ ബുദ്ധിപൂർവ്വം ആലോചിക്കേണ്ടതാണ്. പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ വരുന്നതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ആദ്യം ശരിയായാൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ശരിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് താഴ്ന്ന് എന്തും നമ്മൾ സ്വീകരിക്കാമെന്നുള്ള രീതിയിൽ താഴുമ്പോൾ അവിടെ ചവിട്ടിത്തേക്കലും ഉണ്ടാവും. അപ്പം എല്ലാം സമൂഹത്തിലുള്ളത് തന്നെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അമിതമായിട്ട് പ്രതികരിക്കാനും പറ്റില്ല, എന്നാൽ അമിതമായിട്ട് താഴാനും പറ്റില്ല. എന്നാൽ താഴേണ്ടിടത്ത് താഴെയും വേണം, പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുകയും വേണം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതുപോലെ പല വ്യക്തികൾക്കും അനുഭവം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ഞാൻ മാത്രമല്ല ഇതുപോലെയുള്ള ചില പ്രതിസന്ധികളിൽ ചെന്ന് പെട്ടിട്ടുള്ളത്, നിങ്ങളും അതിന് സാക്ഷികളായിരിക്കും. നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ സംയമനം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ ചെയ്യാത്തതിനും നമ്മൾ അറിയാത്തതിനും നമ്മൾ പ്രവർത്തിക്കാത്ത കാര്യവും പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ താഴുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. വലിയ വലിയ പ്രശ്നങ്ങളും സംഘട്ടനങ്ങളും ഒഴിവാകാൻ നമ്മുടെ താഴ്മ വളരെ ഉപകരിക്കും. നമ്മുടെ ഭാഗമാണ് ശരി, നമ്മുടെ ഭാഗം സത്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഭയപ്പെടുക ആവശ്യമേ ഇല്ല. നമ്മൾ സത്യമാണെങ്കിൽ നമുക്കത് എവിടെയും വിളിച്ചു പറയാം. ആരുടെ മുൻപിലും ആ സത്യം നമുക്ക് വെളിപ്പെടുത്താം. കള്ളം പറയുകയും ശരിയായ രീതിയിൽ അല്ലാത്ത ചതി പ്രവൃത്തി മനസ്സിലുള്ളവരും ആണ് ഈ ബഹളവും പ്രശ്നവും അടിപിടിയൊക്കെ ചെയ്യുന്നത്. കാരണം അവരുടെ സത്യം പുറത്ത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സത്യം പറയുന്ന നമ്മളെ അടിച്ചമർത്തണം. അപ്പോൾ നമ്മൾ പേടിച്ചൊരറ്റത്ത് ഇരുന്നോളും. ഇതാണ് ഈ കള്ളം ചെയ്യുന്നവരുടെയും ചതിപ്രയോഗം നടത്തുന്നവരുടെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിദ്യ. ആ വിദ്യയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ സംയമനം പാലിക്കുക മാത്രമേ ഒരു മാർഗമുള്ളൂ. ശരിയല്ലേ?